വീണ്ടും പാടും, നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് നമ്മൾ പാടും. നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് നമ്മളോട് നമ്മൾ പറയും. ഇവിടെ മുസ്ലിം പള്ളികളുണ്ട്, നിരവധിയായ മുസ്ലിം പള്ളികൾ. ഈ മുസ്ലിം പള്ളികളിലെ ബാങ്ക് വിളി നിങ്ങളും ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മുസ്ലിം പള്ളികളിലൂടെ 5 നേരവും മൈക്കിലൂടെ ബാങ്ക് വിളിക്കുമ്പോ ഈ നാദാപുരത്തെ മുസ്ലിം ലീഗുകാരൻ വിചാരിക്കുക അത് ലീഗിന്റെ നേട്ടമാണെന്ന. 1921 നമ്മുടെ കേരളത്തിനകത്ത് മലബാർ മേഖലയിൽ മലബാർ കലാപമുണ്ടായി. മാപ്പിള ലഹള എന്നറിയപ്പെടുന്ന സമരം, ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ നാടിനകത്ത് മാപ്പിള ലഹള മോയിൻകുട്ടി ഇവിടെ നടന്ന സമയത്ത് ബ്രിട്ടീഷുകാർ മാപ്പിള ലഹളയ്ക്ക് നേതൃത്വം നൽകിയ മുസ്ലിം സമുദായത്തിന്റെ പള്ളികൾ പുനർനിർമ്മിക്കുന്നതും പള്ളിയിലൂടെ മൈക്കിലൂടെ ബാങ്ക് വിളിക്കുന്നതും നിരോധിച്ചു. വർഷം 1921 കഴിഞ്ഞു. 1947 നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി. 47 സ്വാതന്ത്ര്യം കിട്ടിയ ഈ കേരളത്തിൽ, ഇന്ത്യയിൽ 47 മുസ്ലിം പള്ളിയിലൂടെ മൈക്കിലൂടെ ബാങ്ക് വിളിക്കാനുള്ള അവകാശം ഉണ്ടാവണ്ടേ? ബ്രിട്ടീഷുകാരുടെ നിരോധനമല്ലേ നീക്കേണ്ടേ? എന്നാൽ ഉണ്ടായില്ല. 1947 കഴിഞ്ഞു. കേരളമുണ്ടായത് 1956. 52 മുതൽ 57 വരെ മലബാർ ഭരിച്ചത് തമിഴ്നാട്ടിലെ മദ്രാസ് ഗവൺമെന്റ്. ആ രാജാജി ഗവൺമെന്റിന്റെ പിന്തുണ കൊടുത്തത് 4 മുസ്ലിം ലീഗിന്റെ MLA-മാർ, ഇസ്മായിൽ സാഹിബ് അടക്കമുള്ള 4 മുസ്ലിം ലീഗിന്റെ MLA-മാരുടെ പിന്തുണയോട് കൂടിയാണ് രാജാജി ഗവൺമെന്റ് ഇന്ത്യക്ക് ഈ കേരളം മദ്രാസ് ഭരിച്ചത്. മലബാർ മദ്രാസിന്റെ ഭാഗമായിരുന്നു. മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു മുസ്ലിം ലീഗ്. എങ്കിൽ മുസ്ലിങ്ങൾക്ക് പള്ളിയുണ്ടാക്കാനുള്ള അവകാശം നേടിക്കൊടുക്കാൻ ലീഗിന് പറ്റണ്ടേ? ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമമാ 1921. എന്നാൽ ആ നിയമം മാറിയത് എങ്ങനെ എന്നതിന്റെ ചരിത്രമെങ്കിലും പ്രിയപ്പെട്ടവരെ, മതവിരുദ്ധർ, മുസ്ലിം വിരുദ്ധർ എന്ന് നായികക്ക് 40 വട്ടം പ്രചരിപ്പിക്കുന്ന ഇവിടുത്തെ തമ്മാടികളായിട്ടുള്ള ഇസ്മായിലിന്റെ കൂട്ടുകാർ, നാദാപുരത്തെ ചില തമ്മാടിക്കുട്ടങ്ങളെ പിന്തുണയ്ക്കുന്നവർ ഒന്നോർക്കണം. ഞങ്ങളാണ് മുസ്ലിമിന്റെ ആളുകൾ എന്ന് പറയുന്നവർ 4 കൊല്ലം രാജാജി ഗവൺമെന്റിനെ പിന്തുണച്ചതിന്റെ പേരിൽ അവർക്ക് പള്ളികളിലൂടെ മൈക്കിലൂടെ ബാങ്ക് വിളിക്കാനുള്ള അവകാശം നേടിയെടുക്കാനായില്ല. 1956 കേരളപ്പിറവിയുണ്ടായി. 1957 14 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കേരളത്തിൽ മാത്രം ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന ആധുനിക കേരളത്തിന്റെ ശില്പി, കമ്മ്യൂണിസ്റ്റുകാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നു. EMSനെ കാണാൻ 57 മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലെ പുലാമന്തോളിൽ നിന്നും ഏതാനും ചില ഇസ്ലാമിക പണ്ഡിതന്മാർ, ഹാജിയാന്മാർ, മുസ്ലിം കാരണവന്മാർ EMSനെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. അവർ EMSനോട് പറഞ്ഞു, സഖാവേ ഞങ്ങൾക്കൊരു പള്ളി ഉണ്ടാക്കണം. EMS ചോദിച്ചു, പള്ളി ഉണ്ടാക്കൂ, ഉണ്ടായിക്കോളി, അതിന് ഞാൻ വേണം എന്നല്ല ചോദിച്ചു. സംഭാവന വല്ലതും വേണമെന്നില്ല. കാരണം EMS ആണല്ലോ, ഒരുപാട് സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വല്ല സ്ഥലം ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ പള്ളി ഉണ്ടാക്കാൻ സ്ഥലം വാങ്ങാനാണ് എന്നാണ് സഖാവ് വിചാരിച്ചത്. സ്ഥലം വേണോ? ഉള്ളതൊക്കെ പാർട്ടി കൊടുത്തു, എന്നാലും വല്ലതും ഉണ്ടോ നോക്കട്ടെ. സഖാവേ ഞങ്ങൾക്ക് സ്ഥലമല്ല വേണ്ടേ, പിന്നെ പണിക്കാർ വേണോ? പണിക്കാരെ കൂട്ടങ്ങളിൽ മുഖ്യമന്ത്രിയായ എന്റെ അടുത്ത് വരണം. EMSന് കുറച്ച് വിക്കൊക്കെ ഉണ്ട്. EMS ഉണ്ട്, അത് ലോക്കൽ സെക്രട്ടറിയോട് പറഞ്ഞാൽ ശരിയാക്കിയിട്ടല്ലേ പണിക്കാരെ? അല്ല സഖാവേ, പണിക്കാരുമല്ല പ്രശ്നം. പിന്നെ എന്താണ് പ്രശ്നമെന്ന് സഖാവ് EMS ചോദിച്ചപ്പോ EMSനോട് മുസ്ലിം കാരണവന്മാര് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലെ പുലാമന്തോളിൽ നിന്ന് പോയ ആ കാരണവന്മാര് പറഞ്ഞത്, സഖാവേ ഞങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ നിയമം തടസ്സമാണ് സഖാവേ. 1921 ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമം ഇപ്പോഴും ഞങ്ങളുടെ പള്ളി ഉണ്ടാക്കുന്നതിന് തടസ്സമായി ഉണ്ട് സഖാവേ എന്ന് പറഞ്ഞപ്പോ EMS പറഞ്ഞത്, ഞാനൊന്ന് തിരുവനന്തപുരത്തേക്ക് പോകട്ടെ, എന്റെ പാർട്ടിയുമായി ആലോചിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാനുള്ള അവകാശം നൽകാം എന്ന് പറഞ്ഞ് മന്ത്രിസഭാ യോഗം വിളിച്ചുകൂട്ടി. സഖാവ് EMS ആണ് പ്രിയപ്പെട്ടവരെ ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ കാണുന്ന രീതിയിൽ മുസ്ലിം പള്ളികൾ പണിയാനും പള്ളിയിലൂടെ മൈക്കിലൂടെ ബാങ്ക് വിളിക്കാനുമുള്ള അവകാശം ഉണ്ടാക്കിക്കൊടുത്ത് അതിന്റെ പേരില മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പുലാമന്തോളിൽ ഇപ്പോഴും ഉണ്ട് ഒരു പള്ളി. പള്ളിയുടെ പേര് കുഞ്ഞാലിക്കുട്ടി പള്ളി എന്നല്ല. പള്ളിയുടെ പേര് ഇവിടുത്തെ ഏതെങ്കിലും സുഡാപ്പിയുടെ നേതാവിന്റെ പേരിലല്ല. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലെ പുലാമന്തോളിൽ മുസ്ലിം പള്ളി ഇന്നും അറിയപ്പെടുന്നത് ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് EMS പള്ളി എന്ന പേരില. EMSന്റെ പേരിൽ പള്ളിയുണ്ട് കേരളത്തിൽ, മുസ്ലിം പള്ളി. EMS ഉണ്ട് മുസ്ലിം പള്ളിയുടെ പേരിന്റെ കൂടെ.